എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് സ്മൈലികളൊക്കെ താഴെ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് അതിൽ ഒരു തമ്പ് ചിഹ്നം ഇടാം. കാരണം നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അപ്പം എല്ലാവർക്കും വിദ്യാവീതി കുടുംബത്തിലേക്ക് എൻ്റെയും വിദ്യാവീതിയിലെ എല്ലാ അധ്യാപകരുടെയും പേരിൽ ആദ്യമേ തന്നെ ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി ഇന്നു മുതൽ ഈ പരീക്ഷ തീരുന്നിടം വരെ നിങ്ങൾ ഓരോരുത്തരും വിദ്യാവീതിയിലെ അംഗങ്ങളാണ്, വിദ്യാവീതി കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മൾ അധ്യാപകര് അല്ലെങ്കിൽ സർവീസിലുള്ളവര്, സർവീസിലില്ലാത്തവര്, പഠിക്കുന്നവര്, പഠിക്കാൻ പോകുന്നവര്, ഇതിനു മുൻപ് 5ഉം 6ഉം തവണ എഴുതി തോറ്റവര്, അല്ലെങ്കിൽ ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവര്, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഈ പരീക്ഷ തീരുന്നിടം വരെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങള് ഇന്ന് നമ്മളുടെ ഈ ബാച്ച് 5ാമത് ബാച്ചില് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ട്. കഴിഞ്ഞ നല്ലൊരു പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11-നും 18, 19 നടന്നത്. അതിൽ നമുക്ക് വിദ്യാവീതിയിൽ തന്നെ 219 പേർക്ക് കേട്ടറ്റ് നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളതിന് ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇതൊരു വലിയ കടമ്പയാണ്. അത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ആദ്യ ക്ലാസ്സിൽ നമ്മുടെ വിദ്യാവീതിയുടെ കേട്ടറ്റ് 5ാമത് ബാച്ച് ക്ലാസ്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കേട്ടറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് ഇതെങ്ങനെ പരിശീലനം ആരംഭിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കും. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ 100% സത്യസന്ധമായി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇതോടുകൂടി മാറും. നിങ്ങൾക്ക് നാളെ മുതൽ പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിന് ആദ്യമേ തന്നെ വിദ്യാവീതിയിൽ ഓരോ ലൈവ് ക്ലാസ് നടക്കുമ്പോഴും നിങ്ങളോട് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മൈക്ക്, ക്യാമറ ഓഫ് ആക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ലൈവ് ക്ലാസ്, അതും ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ്സിന് നമുക്ക് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു സാധനമാണ് ഈ മൈക്ക് ഓൺ ആക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റും. എന്നാൽ ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ടാല് ആ ആളുടെ മൈക്ക് വഴി വരുന്നതും ഞാൻ ഈ പറയുന്നതും കൂടെ കൂടുമ്പോഴേക്കും ഒരു എക്കോ ആയിട്ട് കലർന്നിട്ട് എന്ത് ചെയ്യും, മൊത്തത്തില് മറ്റുള്ള എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും ഇന്നും നല്ല സഹകരണം കാഴ്ചവെക്കുക. മൈക്ക്, ക്യാമറ ഓഫാക്കി വെച്ച് സഹകരിക്കുക. 1 or 2 പേരല്ല, നിങ്ങളുടെ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് അറിയാം 100 പേരുടെ അഡ്മിഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഓഫർ ചെയ്തിരുന്നത്. എന്നാലും 102, 103 പേര് വരെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ക്യാമറ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നാളെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോട്ടോ അതിലിങ്ങനെ ഒരു സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കും. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നതും നമ്മളായിരിക്കുന്ന സാഹചര്യവും എന്താണെന്ന് നമുക്ക് അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പം അത് ഈ പറയുന്ന നാട്ടുകാരെ മൊത്തം, നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ആളുകളെ മുഴുവൻ കാണിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ നിങ്ങൾക്ക് ആവശ്യമില്ല, ക്യാമറയുടെ ഉപയോഗം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഓരോ സമയത്തും ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരെ മൈക്ക് ഓൺ ആക്കി നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുന്നിടം വരെ ഈ മൈക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല, അതുപോലെ ക്യാമറയും ആവശ്യമില്ല. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് 5ാമത് ബാച്ചാണ്. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം 5 ബാച്ചുകൾ പരീക്ഷയ്ക്ക് മുന്നേ ആരംഭിക്കാൻ സാധിച്ചു. അതിൽ നമ്മുടെ മുന്നിലെ നമ്മുടെ ഒരു പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചുപോയ, മുൻ ബാച്ചുകളിൽ പഠിച്ചുപോയ അധ്യാപകരാണ്. അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തരും നമ്മുടെ വിദ്യാവീതിയിലേക്ക് വരുന്നത്. അതിന് നിങ്ങൾക്ക്, നമ്മളെ വിശ്വസിച്ച് വന്ന നിങ്ങൾക്കും, നമ്മളെ ശുപാർശ ചെയ്ത നമ്മുടെ പഴയ ബാച്ചിലുള്ള അധ്യാപകർക്കും, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് എന്താ പറയുന്നത് ആഗ്രഹിച്ചാണ് ഇന്ന് വിദ്യാവീതിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളെ ദൈവത്തിന് ആദ്യമേ ഒരു നന്ദി പറയുക, നമ്മൾ ഒരുമിച്ച് കൂടാൻ പറ്റിയതിന്. ഇതോടുകൂടി നിങ്ങളുടെ ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് മാറണം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ഒരു കേട്ടറ്റ് പരീക്ഷ എഴുതി മെനക്കെടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ആദ്യം തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം ഈ കേട്ടറ്റ് പരീക്ഷ ആദ്യമത്തെ തവണ എഴുതുന്നവരാണെങ്കിൽ ആദ്യം തന്നെ അങ്ങ് എഴുതി ജയിച്ചേക്കുവാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടില്ല.
പിന്നെ എഴുതുമ്പോഴാണ് നമുക്കൊരു മടുപ്പും ഒരു വിരസതയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇതോടെ എന്റെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്ന കടമ്പ ഒന്ന് കടത്തി തരിക. ഓക്കെ, നമ്മുടെ ക്ലാസിന്റെ സമയം എല്ലാ ദിവസവും രാത്രി 8:30 മണി മുതൽ 10 മണി വരെയാണ്. രാത്രി 8:30 മണി മുതൽ 10 മണി വരെയാണ്. നാളെ മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ 1-2 ആഴ്ചക്കകത്ത് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയുന്നത് കൊണ്ട്, ഫെബ്രുവരിയിൽ സ്പെഷ്യൽ പരീക്ഷ നടത്തും എന്ന് പറയുന്നത് കൊണ്ട്, ഒരു പൊതു പരീക്ഷ വരാനുള്ളത് കൊണ്ട് ഒക്കെ നമ്മൾ ഒട്ടും സ്ലോ ആക്കുന്നില്ല. നമ്മുടെ ക്ലാസ് നമ്മൾ നാളെ മുതൽ രാത്രി 8:30 മണി മുതൽ 10 മണി വരെയാണ് നടത്തുന്നത്. നാളെ നിങ്ങൾക്ക് തുടക്കത്തിൽ തരുന്ന വിഷയം എന്ന് പറയുന്നത് മലയാളമാണ്. ആദ്യത്തെ വിഷയം നിങ്ങൾക്ക് മലയാളമാണ്. ഈ മലയാളത്തിന്റെ അകത്ത് നമ്മുടെ കാറ്റഗറി 1, 2, 4 ഈ 3 കാറ്റഗറിക്കാർക്കും കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണ് മലയാളം. ഈ മലയാളം പഠിക്കുന്ന എല്ലാവരും നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ കാറ്റഗറി 1 ആണ്, ഞാൻ കയറണോ, കാറ്റഗറി 2 ഞാൻ കയറണോ, കാറ്റഗറി 4 ഞാൻ കയറണോ എന്നുള്ള സംശയം വേണ്ട. ഇതെല്ലാം LP UP തലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സെയിം സിലബസ് ആണ്. അതുകൊണ്ട് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളമാണ്. ആ മലയാളത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾ നാളെ മുതൽ കയറുക. നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരിക. ഓരോ ദിവസവും ഓരോ ലിങ്കുകളായിരിക്കും. അപ്പം അതിന് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 8:20 മുതൽ 8:25 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക്, അതിനു മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടും. നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ കൃത്യം 8:30 തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങും. അതിൻ്റെ അകത്ത് വേറെ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ആരെയും കാത്തു നിൽക്കില്ല. വരുന്ന ഒരാളെങ്കിൽ അവരെ വെച്ച് നമ്മൾ കൃത്യം 8:30 തന്നെ ക്ലാസ് ആരംഭിക്കും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ, വിദ്യാവീതി ടീച്ചർ പ്ലസ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവീതി ടീച്ചർ പ്ലസ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരക്ക് പിടിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അല്ല ആപ്പ് സ്റ്റോറിലും ഒന്നും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട. നിങ്ങളുടെ പേര് എല്ലാവരുടെയും ഇന്ന് നമ്മൾ കൊടുക്കും. രജിസ്റ്റർ ചെയ്ത് നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡെമോ വീഡിയോ, അതുപോലെ ആപ്പ് സ്റ്റോറിൻ്റെതും പ്ലേ സ്റ്റോറിൻ്റെതും വേറെ തിരിച്ച് ഉള്ള ലിങ്കുകളും നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോഴേ തന്നെ ടെൻഷൻ അടിക്കേണ്ട. നാളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൃത്യസമയത്ത് രാവിലെ ഗ്രൂപ്പിൽ നൽകും. അതിനുശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അതിലായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡഡ് വേർഷൻ വരിക. നമ്മൾ യൂട്യൂബിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. യൂട്യൂബിൽ അങ്ങനെ ലിങ്ക് വീഡിയോ ഇടുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പിന്നീട് ആവർത്തിച്ച് കാണണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് ഒന്ന് മിസ് ചെയ്തു പിറ്റേ ദിവസം അതൊന്ന് കാണണമെങ്കിലോ, അത് നമ്മൾ കാണേണ്ടത് നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി മാത്രമാണ്. അതിന് മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ നടക്കുന്ന ക്ലാസ് നാളെ രാവിലെ ആകുമ്പോഴേക്കും, ഇന്നത്തെ കാര്യമല്ല, നാളെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന ദിവസം മുതൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഉച്ചയ്ക്ക് മുന്നേ എങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തലേദിവസം എടുത്ത വീഡിയോയെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ്, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്തേക്കുന്ന ഒരു PPT കാണാം. ഇതുപോലുള്ള PPTകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതെല്ലാം ആ ആപ്ലിക്കേഷൻ വഴി ആയിരിക്കും. ഇനി ഞാൻ മുമ്പ് പറഞ്ഞു സബ്ജക്റ്റുകൾ, നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ കാറ്റഗറി 1, 2, 4 അതിന്റെ മലയാളമാണ് ക്ലാസ് എടുക്കുന്നത്. സെക്കൻഡ് ആയിട്ട് രണ്ടാമത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറി 1-നും 4-നും ഫ്രീ ആയിരിക്കും. കാരണം ആ സമയത്ത് നമ്മൾ കാറ്റഗറി 2-ന്റെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് ക്ലാസ് എടുക്കും. ആ സമയത്ത് കാറ്റഗറി 1-ന് ക്ലാസ് ഉണ്ടാവില്ല, കാറ്റഗറി 4-നും ക്ലാസ് ഉണ്ടാവില്ല. അത് നമ്മളൊരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ആ ക്ലാസ്സുകൾ എടുത്ത് തീർക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റഗറി 1-ഉം 2-ഉം എഴുതുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. 1-ഉം 2-ഉം എഴുതുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. 1 നടക്കുന്ന സമയത്ത് 2 ഉണ്ടാവില്ല, 2 നടക്കുന്ന സമയത്ത് 1 ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പങ്കെടുക്കാൻ പാകത്തിന് ഒരു ഷെഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി
ഈ ബാച്ചിൽ നമ്മൾ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 ഈ മൂന്നിലേക്കും വേണ്ടിയിട്ടാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കാറ്റഗറി 1 വേണ്ടിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും, കാറ്റഗറി 2 വേണ്ടിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും, കാറ്റഗറി 4 വേണ്ടിയിട്ടുള്ള ജനറൽ വിഷയങ്ങൾ മാത്രവുമാണ് നമ്മൾ ഈ ബാച്ചിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കാറ്റഗറി 1 ഇത് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് LP UP നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഉത്തരവ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 24/6/2020 ഇവിടെ തൊട്ട് മുകളിൽ 4ാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 9/3/2018 18/64/829/J3/17 പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്പർ സർക്കാർ പരിപത്രം അനുസരിച്ച് 4ാമത്തെ പോയിന്റ് കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിക്കുന്നവരെ LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ അങ്ങ് മാറിക്കോട്ടെ. കാറ്റഗറി 1 2 ഏതെങ്കിലും വാങ്ങിയാല് നമുക്ക് LP UP നിയമനങ്ങൾക്ക് പരിഗണന ലഭിക്കും. അതായത് ചില അധ്യാപകരുണ്ട്, അവരെ TTC +2 TTC അല്ലെങ്കിൽ 10 TTC ഒക്കെ കഴിഞ്ഞിട്ട് പഴയ ടീച്ചർമാര് UP യിലായിരിക്കും പഠിപ്പിക്കുക. അവരുടെ UPST ആയിരിക്കും അവരുടെ എന്തെന്ന് പറയുന്നത്, അവരുടെ ആ ഒരു കാറ്റഗറി. അപ്പോ അങ്ങനെയുള്ളവർക്ക് കാറ്റഗറി 2 തന്നെ വേണം എന്ന് പറയണമെങ്കിൽ 2 എഴുതണമെങ്കിൽ നമുക്ക് എന്താണ് ഡിഗ്രി കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൽ മാറ്റം വരുമെന്നൊക്കെ തോന്നുന്നു. നമുക്കത് അന്നേരം പറയാൻ പറ്റുള്ളൂ. എന്നാൽ UP ST കാർക്ക് കാറ്റഗറി 1 എഴുതിയാലും മതി. അല്ലെങ്കിൽ UP യിൽ HM ആകാനോ അല്ലെങ്കിൽ LP യിൽ HM ആവാനോ ഒക്കെ എന്താണ് ഈ പറയുന്ന കാറ്റഗറി 1 2 ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പം നമുക്ക് കാറ്റഗറി 1 കുറിച്ചിട്ടൊന്ന് നോക്കാം. കാറ്റഗറി 1 അകത്ത് 5 വിഷയങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സൈക്കോളജി പെഡഗോജി, അതിന് 30 മാർക്ക്. ഇനി മാത്തമാറ്റിക്സ് കണക്ക്, അതിന് 30 മാർക്ക്. അതുപോലെ EVS അതിന് 30 മാർക്ക്. മലയാളം 30 മാർക്ക്. ഇംഗ്ലീഷ് 30 മാർക്ക്. അങ്ങനെ ആകെ 150 മാർക്ക്. അതുപോലെ 150 ചോദ്യങ്ങൾ ആണ് നമുക്ക് വരുന്നത്. 150 മിനിറ്റും 150 മിനിറ്റും കൊണ്ട് 150 ചോദ്യങ്ങളുള്ള 150 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് കേട്ടറ്റ് കാറ്റഗറി 1 നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതില് നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക് വേണം ജയിക്കാൻ. ഇനി SC ST OEC OBC ഈ വിഭാഗങ്ങൾ പെടുന്നവരാണ് നിങ്ങൾക്ക് 82 മാർക്ക് മതി. ഇനി ഭിന്നശേഷി ആനുകൂല്യങ്ങളുള്ളവർക്ക് എന്താണ് 75 മാർക്കും മതി. കാറ്റഗറി 1 നമുക്ക് 150 ചോദ്യങ്ങൾ, 5 വിഷയങ്ങൾ, 150 മാർക്കില് നമുക്ക് 90 മാർക്ക് ജനറൽ കാറ്റഗറിക്കും SC ST OEC OBC വിഭാഗങ്ങൾക്ക് 82 മാർക്ക് മേടിച്ചാല് ഇത് പാസ്സാകാം. ഇനി ഈ പറയുന്ന ഓരോ വിഷയത്തിനും ഇത്ര മാർക്ക് വീതം മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ മലയാളത്തിന് 30 മാർക്കും കിട്ടി, ഇംഗ്ലീഷിന് 30 മാർക്കും കിട്ടി, EVSന് 1 മാർക്കേ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾ ആകമാനം 90 മാർക്ക് മേടിച്ചാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ജയിക്കാം. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് നിലവിൽ ഇല്ല. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇനി കാറ്റഗറി 2 ആണ് എടുക്കുന്നതെങ്കിലോ, കാറ്റഗറി 2 നമുക്ക് വരുന്നത് സൈക്കോളജി പെഡഗോജി. ഇത് കാറ്റഗറി 1 സമമാണ്, സെയിം സിലബസ് ആണ്. അടുത്തത് മാത്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട് കാറ്റഗറി 2. കാറ്റഗറി 2 നിങ്ങൾക്ക് ഒരു വിഷയം മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ മാത്സ് ആൻഡ് സയൻസ് അതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മാത്സിന് 30ഉം സയൻസിന് 30ഉം ചേർത്തിട്ട് 60 മാർക്ക്. ഇനി അത് വേണ്ട, എനിക്ക് മാത്സ് ഇഷ്ടമല്ല, സോഷ്യൽ സയൻസ് ഇഷ്ടമല്ല, മാത്സ് ഇഷ്ടമല്ല, സയൻസും ഇഷ്ടമല്ല, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ സോഷ്യൽ സയൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കേ. ഈ സോഷ്യൽ സയൻസിൽ നമുക്കുള്ളത് 60 ചോദ്യങ്ങളാണ്. അത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിന് മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആണ്. കാറ്റഗറി 1 സെയിം തന്നെയാണ്. സൈക്കോളജി പെഡഗോജി, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്. ഇത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക്
ക്ലാസ് എടുക്കും. ഇപ്പൊ ആദ്യത്തെ ഒരു ഭാഗത്തിൽ ഇപ്പൊ നമ്മളിപ്പോ നാളെ തുടങ്ങുന്നത് മലയാളമാണെങ്കിൽ മലയാളം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സോഷ്യൽ സയൻസും ആയിരിക്കും. അത് രണ്ടും ഒരേ സമയം പോകും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കാറ്റഗറി 4. കാറ്റഗറി 4 നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് സ്പെഷ്യൽ ടീച്ചർമാർക്കുള്ള ഒരു കാറ്റഗറിയാണ്, ഒരു വിഭാഗമാണിത്. ഉറുദു, അറബി, ഹിന്ദി, സ്വിങ്, ആർട്സ് അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ആ വിഷയങ്ങളൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. പകരം നമ്മൾ സൈക്കോളജി, പെഡഗോജി, അതുപോലെ മലയാളം, ഇംഗ്ലീഷ് ഇത് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ 30 മാർക്ക് സൈക്കോളജി പെഡഗോജിക്കും മലയാളം ഇംഗ്ലീഷിനും 40 മാർക്കുമാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അത് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഇത് UP തലമായതുകൊണ്ട്, LP UP തലമായതുകൊണ്ട് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് കാറ്റഗറി 1ന്റെയും കാറ്റഗറി 2ന്റെയും ജനറൽ സബ്ജക്റ്റുകൾക്ക് സമമാണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, പിന്നെ ചില അധ്യാപകരുണ്ട്, അവർക്ക് ഈ പറയുന്ന പോലെ കാറ്റഗറി 1 പരീക്ഷ TTC മാത്രമേ ഉള്ളൂ, +2 TTC മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് അത് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിനുള്ള നമ്മുടെ സർക്കാർ ഉത്തരവിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കൊടുത്തേക്കുന്നത്. ഈ പറയുന്ന കാറ്റഗറി 1 അപേക്ഷിക്കാനുള്ള 45% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ അത് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് ഒരു ചെറിയ ഇളവ് ചിലപ്പോൾ തന്നിട്ടുണ്ട്, ചിലപ്പോൾ നല്ല തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ആദ്യഘട്ടത്തില് TTC 10ാം ക്ലാസ്സും യോഗ്യത നേടിയിട്ടിരുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, കാറ്റഗറി 1 അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ പറയുന്ന സർക്കാർ ഓർഡർ. അപ്പൊ അതുകൊണ്ട് കാറ്റഗറി 1 എന്ന് പറയുന്നത് ഈ LP പഠിപ്പിക്കുന്ന, UP പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും എഴുതാവുന്നതാണ്. പക്ഷെ BEd ഉള്ള UP പഠിപ്പിക്കുന്നവർക്ക് അത് എഴുതാൻ പറ്റില്ല. അവർക്ക് മിനിമം തുടക്കം എന്ന് പറയുന്നത് കാറ്റഗറി 2 തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. നാളെ മുതൽ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ വിലപിടിപ്പുള്ള 1.5 മണിക്കൂർ സമയം, അതായത് നമ്മുടെ ക്ലാസ് നടക്കുന്ന 8:30 മുതൽ 10 വരെയുള്ള സമയം നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തത് ഒരു വലിയ നോട്ട് ബുക്ക്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഴുത്ത ഒരു നോട്ട് ബുക്ക് നാളെ തന്നെ വാങ്ങിക്കുക. ഞായറാഴ്ചയാണ്, നിങ്ങളുടെ നാളെ രാവിലെ തന്നെ എവിടെയെങ്കിലും പോയിട്ടൊരു നോട്ട് ബുക്ക് സംഘടിപ്പിക്കുക. അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് ബുക്കാണ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കുക. രണ്ടെന്ന് പറയുന്നത് ആവശ്യത്തിന് നെറ്റ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ലൈവ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയും ഈ പറയുന്ന യൂട്യൂബിലൊക്കെ കയറി നിങ്ങളുടെ നെറ്റ് എല്ലാം തീർന്നിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മിസ്സായി പോകും. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ആവശ്യമുള്ള നെറ്റ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ SCERT പാഠപുസ്തകങ്ങൾ ഇത് നമുക്ക് നിർബന്ധമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ തയ്യാറാക്കി ഇറക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ മാത്രം റെഫർ ചെയ്യുക. പുറത്തുനിന്നുള്ള ഗൈഡുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് കുറ്റങ്ങളൊക്കെ അതിൽ വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് അവയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ നല്ലൊരു ഫോണ്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മൈക്ക് ഓൺ ആവും, ഇല്ല നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ കാണാനുള്ള സജ്ജീകരണം ഇല്ലാത്ത പഴയ ഫോണുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ഫോൺ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ കണ്ടുപോകാൻ നിങ്ങൾക്ക് അതൊരു അത്യാവശ്യ ഘടകമാണ്. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് നാളെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ രാവിലെ 10 മണിയോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനുള്ള ഒരു ഡെമോ വീഡിയോ അടക്കം നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നിലവിൽ നമ്മുടെ ഈ പറയുന്ന ഈ ബാച്ചിൽ നമ്മൾ 100 പേരുടെ അഡ്മിഷൻ ആണ് ഓഫർ ചെയ്തിരുന്നത്. എന്നാലും ഇപ്പൊ 100 പേർക്ക് മുകളിലായി. അതുകൊണ്ട് നമ്മൾ നാളെ ഒരു ദിവസം കൂടി നമ്മൾ വരുന്ന ആളുകളെ കൂടി ഈ ബാച്ചിലേക്ക് പരിഗണിക്കും കേട്ടോ. നേരത്തെ നമുക്കിപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കത് പരിഗണിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു 150 പേരെ വരെ നമുക്ക് ഈ ബാച്ചിൽ എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഇനി പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ഒരു ദിവസം കൂടി നമുക്ക് അവസരം കൊടുക്കാം എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം കാറ്റഗറി 4ഉം മാത്രമായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യങ്ങളാണ് നിങ്ങൾ മാറ്റി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്ന അനാവശ്യമായ ചിന്ത. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള
ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 10 തവണ എഴുതിയിട്ട് എനിക്ക് കേട്ടിട്ട് കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ ഈ കേട്ടിട്ട് പരീക്ഷ ഭയങ്കര പാടായതുകൊണ്ട് എഴുതി മടുത്തു, ഞാനിത് നിർത്തുവാട്ടോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മുളക് നിങ്ങളുടെ കിട്ടിയാൽ അതിന് എരിവുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളോട് പറഞ്ഞു തരുന്നതാണോ നമുക്ക് ശരിക്കും വ്യക്തമാകുന്നത്? അതിലൊരു കടി കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് എരിവുണ്ടോ എരിവില്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഇതിന് ഒരു മാർക്ക് ഇടുക. അല്ലാതെ ടെറ്റ് പരീക്ഷ എഴുതി ഒരാൾ 10 പ്രാവശ്യവും 15 പ്രാവശ്യം എഴുതി പാസ്സാവാത്തത് അവരുടെ കുഴപ്പം കൊണ്ടും ആയിരിക്കാം, അല്ലാതെ കേട്ടിട്ട് പരീക്ഷയുടെ കുഴപ്പം കൊണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക, ഇതിന് ഒരു നെഗറ്റീവ് വശം നിങ്ങൾ കൊടുക്കുക, അല്ലാതെ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കേട്ടിട്ട് പരീക്ഷ പാടാണ്, കേട്ടിട്ട് പരീക്ഷ നമ്മൾ എഴുതി ജയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ചിന്താഗതികൾ നിങ്ങൾ ആദ്യം മാറ്റി വെക്കുക. ഇനി അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ സമയത്ത് ഒരുപാട് തിരക്കുകൾ വരും. ഈ പറയുന്ന 10 മണിയാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാത്ത തിരക്കുകളൊക്കെ ഇനി വരും. കല്യാണമായി, പെരകേറിക്കൂടലായി, പാല് കാച്ചായി, സിനിമ കാണാൻ പോക്കായി, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ പരീക്ഷ വരെ ഇതിന്റെ അകത്ത് മാത്രം ഇരിക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതായത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. കാരണം അതിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം നിങ്ങൾ ഈ വിദ്യാവീതിയുടെ ലേണിംഗ് ആപ്ലിക്കേഷന് വേണ്ടി ചെലവഴിച്ചാൽ അതിൽ നമ്മൾ ഒരുപാട്, നിങ്ങളിപ്പോ നാളെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ റെക്കോർഡർ, നമുക്ക് 2 ഫോൾഡറുകളാണ് അതിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലൈവ് റെക്കോർഡർ ക്ലാസ്, രണ്ടെന്ന് പറയുന്നത് സ്റ്റുഡിയോ റെക്കോർഡർ ക്ലാസ്. അതിൽ സ്റ്റുഡിയോ റെക്കോർഡർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ ഓരോ കാറ്റഗറി തിരിച്ച് ആ കാറ്റഗറിയിൽ വേണ്ട ടോപ്പിക്കുകളെ കുറിച്ചിട്ട് സ്റ്റുഡിയോയിൽ തന്നെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ അതിലുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്, നിങ്ങൾക്ക് വെറുതെ കാണാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് കണ്ടാൽ വലിയ ഉപകാരമായി. പിന്നെ പഴയ പഠനോപകരണങ്ങൾ, ഈ ഞാൻ പറഞ്ഞ പോലെ 3, 4, 5, ഇപ്പൊ എന്റെ കഴിഞ്ഞ ബാച്ച് ജോയിൻ ചെയ്തിട്ട് കിട്ടാത്ത അധ്യാപകരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതും എഴുതി വെച്ചതുമായിട്ടുള്ള നോട്ടുകൾ ഇന്ന് തന്നെ എടുത്ത് മാറ്റി പുതിയ ബുക്ക് മേടിക്കുക, 1 നോട്ട് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ പഴയ പഠനോപകരണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും, ഇപ്പൊ എന്റെ വിഷയം എന്ന് പറയുന്നത് മാത്സ് ആണ്, ഞാൻ നാളെ പഠിപ്പിക്കാൻ പോകുന്നത് ശരാശരി ആണെന്ന് കരുതുക. ശരാശരിയുടെ ക്ലാസ് ഇതിനു മുമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് തോറ്റിട്ടുമുണ്ട്. നിങ്ങൾ ചിന്തിക്കും ശരാശരി ഞാൻ പഠിപ്പിക്കുകയാണ്, ശരാശരി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയും, ഈ ശരാശരി ഞാൻ പഠിച്ചതാണല്ലോ, പിന്നെ ഈ ശരാശരി ഞാൻ എന്തിനാ പഠിക്കുന്നത്, എനിക്കത് അറിയാലോ. പക്ഷെ ഞാൻ ഒരുപാട് പുതുമയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടാവും, നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല, ആ ക്ലാസ്സിൽ നിങ്ങൾ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ സാധനങ്ങളോ പഴയ ചിന്തകളോ പഴയ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കും. നിങ്ങൾക്ക് വല്ല റെഫറൻസും വേണമെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് എല്ലാം ഇന്നു മുതൽ 1 തൊട്ട് പുതിയ സാധനങ്ങൾ മേടിച്ച് പുതുതായിട്ട് പഠിക്കാൻ ഇരിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നൽകുന്നത്, ഇതിൻ്റെ അകത്ത് 8:30 മണി മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ, പിന്നെ വിദ്യാവീതിയിലെ മുഴുവൻ സിലബസ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ തുറന്ന നാളെ മുതൽ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തു സംശയങ്ങൾ ഉണ്ടെങ്കിലും ആ ക്ലാസ്സിൽ, ഇന്നിപ്പോഴത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ചോദിച്ച് അതെന്താണെന്ന് വെച്ചാൽ അത് മാറ്റി തീർത്തു പോവുക, പിന്നത്തേക്ക് വെക്കണ്ട. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്വയമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ തോന്നിയാൽ അതും നമുക്ക് ചോദിക്കാം. അതിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരവൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മളെ എല്ലാ അധ്യാപകരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടണ്ട. പിന്നെ പരീക്ഷകൾ, നമ്മൾ പരീക്ഷകൾ നടത്തുന്നെന്ന് പറയുന്നത് ഇപ്പൊ ഡെയിലി തന്നെ മാക്സിമം നടത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ തീരാതെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ പരീക്ഷകൾ നടത്തുക. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മളൊരു പ്രത്യേക പരിപാടിയാണ്, ഒരു കലാശക്കൊട്ട് പരിപാടി. അതിൻ്റെ അകത്ത് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ പിറ്റത്തെ ആഴ്ച വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്ന ഒരു ചോദ്യപേപ്പർ പരിപാടിയാണ്. അതിനു മുമ്പ് നിങ്ങളെ മുഴുവൻ പഠിപ്പിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒന്നുകൂടി പറഞ്ഞ് ആവർത്തിച്ച് തന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന പരിപാടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വിദ്യാവീതിയിൽ ഈ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മുടെ വിദ്യാവീതിയിൽ ജോയിൻ ചെയ്തതിന്. അതിന് ആരെങ്കിലും ഒരാൾ കാരണം ഉണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്തതിൽ. ആ കാരണമുണ്ടായ ആൾക്കാർക്ക് നമ്മൾ ആദ്യമേ തന്നെ സന്തോഷം, സ്നേഹം സമർപ്പിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ വീണ്ടും ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നാളെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സജ്ജമാകും. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കും. അതനുസരിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക.
ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ അതിലെ ഡെമോ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വരാതിരുന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക. ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ എവിടെയാണോ പ്രശ്നം അത് പരിഹരിച്ചു തരുന്നതായിരിക്കും. പിന്നെ എന്റെ നമ്പർ നിങ്ങൾക്കുണ്ട്, ആ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വിദ്യാവീതിയുടെ ഗ്രൂപ്പിന്റെ കുറച്ച് നിയമങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഗ്രൂപ്പിൽ എന്ത് മെസ്സേജ് ഇട്ടാലും അതൊന്ന് കണ്ടാൽ, ഒന്ന് വായിച്ചാൽ, ഒന്ന് കേട്ടാൽ അതിലൊരു പ്രസ് ചെയ്തിട്ട് ഒരു തമ്പ് ഇട്ടേക്കണം. അതിന് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുള്ള പരിപാടി അല്ലല്ലോ. ഒരു തമ്പ് ഇട്ടേക്കുവാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങളത് കേട്ടു, കണ്ടു, മനസ്സിലാക്കി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ അറിയാം 103 പേരുണ്ട്. ആ 103 പേരും പല ജില്ലകളിലായിട്ട്, കേരളത്തിലെ 14 ജില്ലകളിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് ഉള്ളവരാണ്. അവരെ ആരെയും നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും അനാവശ്യമായിട്ട് നിങ്ങൾ നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുകയോ നോട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യും? ആ മെസ്സേജ് അയച്ച ആളെ റിമൂവ് ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ഗ്രൂപ്പിൽ അവർക്ക് തുടരാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല, കടക്ക് പുറത്ത്. അതാണ് നമ്മളുടെ നിയമം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബകലഹം ഉണ്ടാക്കാനുള്ള സാഹചര്യം, ഇപ്പൊ ഇതിന്റെ അകത്ത് സിസ്റ്റർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, സാറുമാരുണ്ട്. നമ്മൾ എന്തിനാ അറിയത്തില്ലാത്ത ഒരു നമ്പർ എടുത്ത് അതിൽ മെസ്സേജ് അയച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കണം, ഒരു സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് ആ സംശയത്തിന്റെ മറുപടി ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ എപ്പം മെസ്സേജ് അയച്ചാലും എപ്പം വിളിച്ചാലും നിങ്ങൾക്ക് എന്നെ കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നെ ഫോൺ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് കോൾ വിളിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ നമ്പറിൽ, നിങ്ങൾക്കറിയാം എന്റെ നമ്പർ അറിയാമല്ലോ, എന്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നോർമൽ കോൾ വിളിക്കാവുന്നതാണ്. ഇത് ഈ കിടക്കണതാണ് എന്റെ നമ്പർ. ഏത് സമയത്ത്, ഈ പറഞ്ഞ സമയത്ത് എപ്പോ വേണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചു, എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചു, നിങ്ങൾക്ക് 100% അത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പൊ ഏകദേശം നമ്മുടെ ഒരു ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയമാണ്. ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിപ്പോ തന്നെ ഞാൻ പരിഹരിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് നാളെ മുതൽ നമുക്ക് പഠനം ആരംഭിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിച്ചു കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ശരിക്കും കാറ്റഗറി 1 എഴുതുന്ന അധ്യാപകർ, ഇപ്പം UP അധ്യാപകരാണ് നിങ്ങൾ, UPST തസ്തികയിൽ ജോലി ചെയ്യുന്ന TTCയും +2 മാത്രമുള്ള ഒരു അധ്യാപികയോ അധ്യാപകനോ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കഴിയുന്നതും പറ്റുമെങ്കിൽ, നിർബന്ധം ഞാൻ പറയുന്നില്ല, പറ്റുമെങ്കിൽ കാറ്റഗറി 2വിന്റെ സോഷ്യൽ സയൻസോ നടക്കുമ്പോൾ ആ ക്ലാസ്സിൽ കൂടി പങ്കെടുക്കുക. കാരണം ചിലപ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമെങ്കിൽ അന്നേരം നമ്മൾ ഓടാൻ നിൽക്കേണ്ട. ചുമ്മാ ഒരു വിഷയം കൂടുതലായിട്ട് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി എന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടി പങ്കെടുത്തേക്കുക കേട്ടോ, വെറുതെ അങ്ങ് പങ്കെടുത്തേക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. ചോദിച്ചോളൂ, പടപടാന്ന് ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആരും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ മാത്രം മിണ്ടിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. യെസ്, മനസ്സിലായി. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കാമോ? നമ്മുടെ ഇന്നത്തെ ആദ്യം മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്ന ധീരനായ ആളാരാണ്? ആരും ഇല്ലേ? ആദ്യം മൈക്ക് നോക്കുന്നവനായിരിക്കും ആദ്യം ജയിക്കുന്നത് കേട്ടോ, കേട്ടിട്ട് പരീക്ഷയ്ക്ക്. ധൈര്യത്തോടുകൂടി ഓണാക്ക്. ആരും ഇല്ലേ? ഹലോ, ആ പറഞ്ഞോ ടീച്ചർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻസു ടീച്ചറെ കേട്ടായിരുന്നോ? കേട്ടു സാറേ. ഞാന് കഴിഞ്ഞ ദിവസം സാറോട് ചോദിച്ച കാര്യം തന്നെയാണ്. എമ്മഡും സെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതണം തന്നെയാണല്ലോ. അങ്ങനെ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർക്കാരിന്റെ സ്പഷ്ടീകരണം വന്നിട്ടില്ല. അതാണ് അതിന്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്മഡ്, സെറ്റ്, നെറ്റ്, PhD ഇതൊന്നും ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഈ ഒരു സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്യുന്നത്, എമ്മഡ് ഉണ്ടെങ്കിൽ പറ്റില്ല, സെറ്റ് ഉണ്ടെങ്കിൽ പറ്റില്ല, നെറ്റ് ഉണ്ടെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ അകത്ത്. അപ്പൊ നമുക്ക് ഇപ്പോ തന്നെ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് സ്പഷ്ടീകരണം സർക്കാർ ഉടനെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഈ പറയുന്ന 1-2 ആഴ്ചക്കകത്ത് തന്നെ അത് ഇറക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ സാറേ. ശരിക്കും നമ്മൾ സി-ടെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എടുത്ത് നോക്കിയാൽ മതി. സി-ടെറ്റിന് നമുക്ക് 2 തലങ്ങളാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അത് ശരിക്കും ഈ RT ആക്ട് പ്രകാരം 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അത് പറയുന്ന ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പം 1 മുതൽ 4 വരെയുള്ള അല്ല 5 വരെയുള്ളവർക്ക് 1ഉം അതിനുശേഷം മുകളിലേക്കുള്ളവർക്ക് 2ഉം 3, 4 എന്നൊക്കെ പറയുന്നത് അത് ഓരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ തലത്തിൽ നിന്നും വരുന്ന ഒരു എന്താ പറയുന്നത് ഒരു കൃത്യമായിട്ടൊരു സ്പഷ്ടീകരണം വരുന്നിടം വരെ നമുക്കത് അതിന് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റും. പക്ഷെ അതൊന്നും ഒരിക്കലും ഒഴിവാക്കില്ല. ഇപ്പൊ നെറ്റ് പരീക്ഷ നടത്തുന്ന ആരാ? UGC. അതുപോലെ സെറ്റ് പരീക്ഷ നടത്തുന്ന ആരാ? LBS. ഇതൊന്നും സ്വകാര്യ സ്ഥാപനങ്ങളല്ല, അല്ലെങ്കിൽ തോന്നുന്ന പോലെ ഒരു ദിവസം നടത്തുന്ന പരീക്ഷയല്ല. ഈ സി-ടെറ്റും കേട്ടറ്റും നടത്തുന്നത് പോലെ തന്നെ കൃത്യമായ സിലബസ് വെച്ച് കൃത്യസമയത്ത് നടത്തുന്ന പരീക്ഷയാണ്. അതങ്ങനെ ഒരു ദിവസം ഒരു ക്വാളിഫിക്കേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി അല്ല എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റൂല. അതുപോലെ എംഎഡ്. പിന്നെ ഈ എംഎഡുകാർക്കൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷനിലുള്ള ഒരു മാസ്റ്ററാണ്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഈ UP തലങ്ങളിൽ ചിലപ്പോൾ കേട്ടറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്ക് അതിന്റെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന ടീച്ചർ മറ്റേ HSAക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന UPSC തസ്തികയ്ക്കോ ഏതോ ഒരെണ്ണത്തിന് വേണ്ടി നിൽക്കുന്ന ടീച്ചറല്ലേ? ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ടെൻഷൻ ഒന്നും വേണ്ട, ചുമ്മാ കാറ്റഗറി 2 ഒന്ന് എഴുതി നോക്ക്. അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഒരു രീതി എന്താണെന്നും ഇതൊന്ന് ഒരെണ്ണം എഴുതിയിരിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. സെറ്റ് ഒരിക്കലും അസാധുവാണെന്ന് ഞാൻ പറയില്ല, അങ്ങനെ അല്ല. അത് കൃത്യമായിട്ടുള്ള സ്പഷ്ടീകരണം വരും കേട്ടോ. ഓക്കെ സാറേ. ഞാനിപ്പോ നിലവിൽ UPSC തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇപ്പം പ്രൊമോഷന് നിക്കാണെങ്കിലും 3 എഴുതിയിട്ടുമില്ല സെറ്റ് വന്നതോടെ. അപ്പൊ ഇപ്രാവശ്യം അത് എഴുതാൻ പറ്റില്ല എന്ന് തോന്നുന്നു സാറേ. ആ തസ്തികയിൽ ഇരിക്കുന്നത് തന്നെയല്ലേ നമുക്ക് സ്പെഷ്യൽ പരീക്ഷയാണെങ്കിൽ നമ്മൾ ഏത് തസ്തികയിലാണോ ഇരിക്കുന്നത് ആ തസ്തികയിലേക്കുള്ള കാറ്റഗറി മാത്രമേ നമുക്ക് എഴുതാം, ഒരെണ്ണമേ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാം നടക്കുന്ന ഒരു സമയത്താണ്. അപ്പൊ നമുക്ക് ഒരു പരീക്ഷ ഇപ്പൊ LPST പഠിപ്പിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ UPSC പഠിപ്പിക്കുന്ന ആൾക്ക് കാറ്റഗറി 1ഓ 2ഓ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 3. പക്ഷെ പൊതു പരീക്ഷയാണെങ്കിൽ നമുക്ക് 2ഉം 3ഉം എഴുതാം. ഇപ്പൊ നമുക്ക് 2 പരീക്ഷ അടുപ്പിച്ചടുപ്പിച്ച് വരും. ഇപ്പൊ നമ്മൾ ഈ ബാച്ചിൽ തന്നെ നമ്മുടെ എല്ലാ ബാച്ചുകളിലും നമ്മൾ 1-2 പേരെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ബാച്ചിന്റെ അകത്ത് ഒരുപാട് പേര് സർവീസിൽ ഇല്ലാത്തവരുണ്ട്. കാരണം നമ്മളത് ഈ പരീക്ഷയ്ക്ക് ഈ ബാച്ച് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ 2 പരീക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പരീക്ഷയ്ക്കും നോർമൽ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സർവീസിലുള്ളവർക്ക് ആ പരീക്ഷ എഴുതാം. സർവീസിലുള്ളവർക്ക് രണ്ടാമത് വരുന്ന സ്പെഷ്യൽ പരീക്ഷയും പൊതുപരീക്ഷ എഴുതാൻ പാകത്തിലുള്ള പരിശീലനം നമ്മൾ കൊടുക്കും. അതുപോലെ അല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ പൊതുപരീക്ഷ മാത്രം എഴുതാനുള്ള പരിശീലനം കൊടുക്കും. ആ പരീക്ഷയുടെ തലേന്ന് വരെ നമ്മൾ ക്ലാസ്സും തരും, അതിനി എന്നാണെങ്കിലും. ഓക്കെ സാറേ. താങ്ക് യു. ശരി. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇതുപോലെ സംശയങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം കേട്ടോ. സാറേ, എന്തോ നമ്മളെ ഈ അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ അതൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കും. കാരണം നിങ്ങൾ നമ്മളെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയുടെ വിജ്ഞാപനം വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കും. അത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയിക്കും. അതിന് വേണ്ട യോഗ്യതകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരും. എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതിനെക്കുറിച്ച് ഒന്നും ഓർത്തൊരു ടെൻഷനും വേണ്ട കേട്ടോ. അപ്പൊ ആ ടീച്ചർ ചോദിച്ച അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാനും HSA പക്ഷെ വർക്ക് ചെയ്യുവാണ്. പക്ഷെ എന്റെ പോസ്റ്റ് ഇപ്പോഴും നിലവിൽ UPSA തന്നെയാണ്. താമസിക്കാതെ തന്നെ അതിന് കൃത്യമായിട്ട് സ്പഷ്ടീകരണം വരും ടീച്ചർ. ഈ കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഉടനെ തന്നെ ഇറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സ്പെഷ്യൽ പരീക്ഷയ്ക്ക് ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ, മറ്റേ പൊതുപരീക്ഷ ആവുമ്പോ 2 എഴുതാം അല്ലേ സാർ? 2 എഴുതാം. അത് 2 അടുപ്പിച്ചടുപ്പിച്ച് വരും. അതിപ്പം കാറ്റഗറി 1ഉം 2ഉം ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് നടക്കും. പിറ്റേ ദിവസമായിരിക്കും 3ഉം 4ഉം നടക്കുന്നത്. പിന്നെ പരീക്ഷകൾ ഈ പറയുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇപ്പം ഈ കഴിഞ്ഞ പരീക്ഷ ഒരാഴ്ച വ്യത്യാസത്തിലായിരുന്നു. 11-ാം തീയതിയും 18-ാം തീയതിയായിരുന്നു. അതുപോലെ ആയിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. എന്തോ നമ്മൾ ഈ കാറ്റഗറി 2-ലെ പഠിക്കുന്ന അതേ ഇത് വെച്ച് തന്നെ കാറ്റഗറി 3 എഴുതാൻ പറ്റുമോ? പറ്റുകയില്ല. അതിന് വേറെ പഠിക്കണം അല്ലേ? വേറെ പഠിക്കണം. കാരണം കാറ്റഗറി 3യുടെ സിലബസ് കുറച്ചും കൂടെ വൈഡാണ്. ചോദ്യങ്ങൾ വരുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. അങ്ങനെ വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. അജയ് സാർ എന്തോ ചോദിച്ചു, പറഞ്ഞു. സാർ, ഈ 12-ാം തീയതി ഒരു കോടതി വിധി വരുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ജനുവരി ഉണ്ടോ? 30-ലേക്ക് മാറ്റി വെച്ചു. ആണോ? ഓക്കെ സാറേ.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പൊ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ട് അതിപ്പോ പുതിയ ഡേറ്റ് അതിൽ വന്നേക്കുന്നത് 30-ാം തീയതിയാണ്, ജനുവരി 30. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ. അപ്പൊ ടെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടെറ്റിന്റെ മാത്രം കോച്ചിങ് കൊടുക്കുന്നു. അതുകൊണ്ട് ടെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ കാര്യങ്ങളിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. മാത്രമല്ല ടെറ്റ് രണ്ടും എഴുതി പാസ്സായ ആളാണ് ഞാനും തന്നെ നമ്മളെ അടുത്ത് പഠിപ്പിക്കുന്ന ഓരോ ടീച്ചർമാരും ടെറ്റ്, സെറ്റ്, നെറ്റ് ഒക്കെ പാസ്സായവരാണ്. PhD വരെ പാസ്സായ ടീച്ചർമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട. നമ്മൾ ഈ മറ്റ് കാര്യങ്ങൾക്കൊന്നും പരിശീലനം കൊടുക്കുന്നില്ല, ടെറ്റിന് മാത്രം. ടെറ്റിന് നമ്മൾ ഇപ്രാവശ്യമാണ് കാറ്റഗറി 3ക്ക് കോച്ചിങ് കൊടുത്തു തുടങ്ങിയത്. കാരണം നമുക്ക് സമയമില്ല. നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോ 5ാമത്തെ ബാച്ചാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ബാച്ചും കൂടെ ഉണ്ടാവും, ലാസ്റ്റ് ബാച്ചായിട്ട്. ഒരു 6ാമതൊരു ബാച്ചും കൂടെ തുടങ്ങി നമ്മൾ ഈ പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ മുഴുവൻ അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ ഇനി ഇതുപോലെ ഒരു വലിയ ബാച്ച് ആയിരിക്കില്ല, ഒരു ക്രാഷ് കോഴ്സ് പോലെ ആയിരിക്കും ഇനി നമ്മളൊരു ബാച്ച് ഉണ്ടെങ്കിൽ അത് തുടങ്ങുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ടെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയെ മാത്രം ഞങ്ങൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ടെറ്റുമായിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് അറിയാവുന്ന പോലെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല കേട്ടോ. അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണം. ഓക്കെ. ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? പരീക്ഷ എഴുതാനൊരു അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എന്നതാ എഴുതേണ്ടതെന്നും എന്നതാ പഠിക്കേണ്ടതെന്നും എന്നതാ വിഷയം എന്നൊക്കെ ഒന്ന് മനസ്സിലായോ? ഓക്കെ. ഇതിന് മുമ്പിലത്തെ എൻ്റെ ബാച്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന, അതായത് കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ വിദ്യാവീതിയിൽ പഠിച്ചിട്ട് കേട്ടിട്ട് കിട്ടാത്ത 38 പേര് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മൾ സ്പെഷ്യൽ കൺസെഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവർക്ക് വീണ്ടും നമ്മൾ അവരോട് ആരോടും ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവരാരും അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാൾ പോലും ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ അജയ് സാറിനൊക്കെ വേണമെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തേടി പോകാം അല്ലെ? സാർ അജയ് സാറ് മറ്റേ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നല്ലേ സാറേ? അതെ സാറേ. ഓക്കെ. സാറ് നീ വേറെ എങ്ങും പോവാത്തതിന്റെ ഒരു കാര്യം എന്നാ സാറേ? ചുമ്മാ ചോദിച്ചാട്ടോ. അല്ല, ഞാൻ ഈ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ല ക്ലാസ്സാന്ന് തോന്നിയത് കൊണ്ടാണേ. കാരണം ഞാനിപ്പോ ഒരുപാട് തവണ എക്സാം എഴുതിയ ഒരാളാണ്. ഇപ്പം 8 വർഷമായി ഇപ്പൊ സർവീസില്. അപ്പം സാറിന്റെ ക്ലാസ്സിന് കയറിയ പിന്നെ എനിക്ക് 83 85 മാർക്കൊക്കെയാണ് കിട്ടിയത്. ഇപ്പൊ ജനറൽ കാറ്റഗറി ആയതുകൊണ്ടാണ് 4-5 മാർക്കിന്. അപ്പം 75-ന് മുകളിലേക്ക് മാർക്ക് കിട്ടാൻ തുടങ്ങിയത് സാറിന്റെ ക്ലാസ് കണ്ടത് പിന്നെയാണ്. താങ്ക് യു. ഞാൻ അതിന്റെ അങ്ങനെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ വീണ്ടും സാറിലേക്ക് തന്നെ എത്തിയത്. അല്ല, ഞാൻ അങ്ങനെ സാറ് മുമ്പ് മൈക്ക് ഓൺ ആക്കി ചോദിച്ചതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും ചോദിച്ചാൽ. നിങ്ങളെ പോലെ ഒരുപാട് പേര്, ഇപ്പൊ സാറിന് അറിയാം, നമ്മളാ ഗ്രൂപ്പിൽ നിന്നല്ലേ 38 പേരെ അതിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനോടൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിനോട് ഞാൻ പറഞ്ഞൊന്നുമില്ല, ഫീസ് അടക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ സാറ് ഫീസ് അടച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മളോടൊരു സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ധൈര്യമായിട്ടും വിശ്വസിച്ച് ഇവിടെ തന്നെ തുടരാം. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾക്ക് തരും. പിന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ സർവീസിലുള്ളവരുടെ പരീക്ഷ കാലാകാലം നീണ്ടുപോയപ്പോഴും പരീക്ഷയുടെ തലേന്ന് വരെ ഞങ്ങൾ ലൈവ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾ മിസ്സാക്കിയില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു കാലാവധി കഴിയുമ്പോൾ 2 മാസം അല്ലെ 3 മാസം കഴിയുമ്പോൾ പരീക്ഷ നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയില്ല. അതുവരെ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് ഇതേ സമയത്ത് തന്നെ ലൈവ് ക്ലാസ്സുകൾ തന്ന് നിങ്ങളുടെ മുഴുവൻ പോർഷൻസ് കവർ ചെയ്ത് വീണ്ടും വീണ്ടും പല ആവർത്തി തന്നിട്ട് നിങ്ങളെ നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലൊക്കെ നമുക്ക് 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ തുടരാം. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നാളെ രാവിലെ 10 മണിക്ക് മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വിശദാംശങ്ങൾ, അതിന്റെ ലിങ്കുകൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, തിരക്കൊന്നും പിടിക്കണ്ട. ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഡെമോ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് പിരിഞ്ഞാലോ? ഒരു സംശയം കൂടെ. ചോദിച്ചോട്ടെ. എന്നും ക്ലാസ് ഉണ്ടോ സാറേ? എന്നും ക്ലാസ് ഉണ്ട്. ടീച്ചർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാത്രം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും. നിങ്ങൾക്കല്ല, നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ.
അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്തവണ ഇവിടുന്ന് കേട്ടിട്ട് മേടിച്ചുകൊണ്ട് പോകണം. നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും തെറ്റ് കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശരി, നമുക്ക് കാണാം.